ജീവകാരുണ്യ പ്രവർത്തകന്റെ ജന്മദിനാഘോഷത്തിലെ പാലട പായസ ചലഞ്ചിലൂടെ 2 കുടുംബങ്ങളെ സഹായിക്കാനായി സമാഹരിച്ചത് 6,42,000 രൂപ. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡാണ് ഓണക്കാലത്ത് തന്റെ ജന്മദിനാഘോഷം മാതൃകാപരമാക്കിയത്. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനും ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാനുമായ ഷാജി കെ ഡേവിഡിന്റെ ജന്മദിനം തെരുവിൽ പാലട പായസ ചലഞ്ചായി ആഘോഷിച്ചത് ശ്രദ്ധേയമായി. പാലട പായസ ചലഞ്ചിലൂടെ 2 കുടുംബങ്ങളെ സഹായിക്കാനായി സമാഹരിച്ചത് 6,42,000 രൂപയായിരുന്നു. ജന്മദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. തുടർന്നും ഈ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ ചലഞ്ച് എന്ന് പറയുന്നത് എല്ലാവരെയും ചലഞ്ച് ചെയ്യുന്ന ഒന്നാണ്. ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഞങ്ങളുടെ മുൻ ടീച്ചേഴ്സും അതുപോലെയുള്ള ആളുകളും ഒക്കെ വന്ന് സംഭാവന ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തെ വിഷ് ചെയ്ത് അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നത് കണ്ടപ്പോൾ എത്ര വലിയ ഭാഗ്യവാനാണ് അദ്ദേഹം. ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. ഞങ്ങളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരൊക്കെ സാപ്പാടടിച്ച് സന്തോഷമായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അതല്ല, ഒരേ വർഷം സഹോദരനും പിതാവും നഷ്ടപ്പെട്ട 20 വയസ്സുകാരിയായ 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിക്കും ഇഴഞ്ഞ് ലോട്ടറി വിൽപ്പന നടത്തുന്ന അശോകനും സഹായമെത്തിക്കാനായാണ് ഇത്തവണ ജന്മദിനം ഷാജി കെ ഡേവിഡ് മാറ്റിവെച്ചത്. കഴിഞ്ഞ ഏതാനും വർഷമായി ഷാജി കെ ഡേവിഡ് തന്റെ ജന്മദിന ആഘോഷം അശരണർക്ക് സഹായം നൽകുന്നതിനായി തെരുവിൽ ചലഞ്ചുകൾ നടത്തി ആഘോഷിക്കുകയാണ്. ജന്മദിന ആഘോഷത്തിൽ നിന്നും ലഭിച്ച 1,00,000 രൂപ അശോകന് ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങാനും ബാക്കി തുക ഉപയോഗിച്ച് വിദ്യാർത്ഥിനിക്കുള്ള വീട് നിർമ്മാണത്തിനും തുടക്കമിടുമെന്ന് ഷാജി കെ ഡേവിഡ് പറഞ്ഞു. കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ നടന്ന പിറന്നാൾ ആഘോഷം ജോഷുവ മാർ ഇഗ്നാത്തിയോസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ്, ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് കബീർ, കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുധീലാൽ തൃക്കുന്നപ്പുഴ, വിനോദ്, നിബു, സജിനി ജോസ് എരിക്കാവിൽ, സുഭാഷ് വടകര, റിയാസ്, ജോമോൻ, അജയൻ പൈനിയർ, അഷ്റഫ് കാട്ടിൽ, ലതാ പ്രസാദ്, ലതാ സന്തോഷ് എന്നിവർ സംസാരിച്ചു. കരുതൽ പ്രവർത്തകരായ ദുതിദാസ്, ഗിരീഷ് സുകുമാരൻ, അജി, അനീഷ്, ജ്യോതി നാരായണൻ, ഐഷ, മറിയം, സുഗതകുമാരി എന്നിവർ നേതൃത്വം നൽകി. ഈ അന്തരീക്ഷം വളരെ മോശം, മഴയെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കാര്യമായ മഴയൊന്നും പെയ്യാതെ എന്നാൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം, മനുഷ്യർ ദൈവമാകുമ്പോൾ 6,14,000 രൂപ പായസം കൊടുത്ത് ലഭിച്ചു. പല സാധനങ്ങൾ പല ഓഫർ ചെയ്തത്. ടീച്ചർ കട്ട തന്നു, ബിജു എസ്പിള്ള 50,000 സിമെൻറ്റ് വന്നു. അങ്ങനെ ഒത്തിരി സഹായങ്ങൾ കൂടിയൊക്കെ ഓഫറുകളൊക്കെ വന്നപ്പോൾ 50,000 വെച്ച് 3 പേര് ഓഫർ ചെയ്തു. കണ്ടത്തിൽ എബിച്ചാനും റോഹിച്ചാനും റീനു. അങ്ങനെ 6,11,000 രൂപ കാർത്തിപ്പള്ളിയിൽ നിന്നുകൊണ്ട് ഒരു വീട് വെക്കുവാനും ഇലക്ട്രിക് വീൽ ചെയർ മേടിക്കുവാനും തക്ക വിധത്തിൽ ദൈവം മനുഷ്യരിൽ കൂടി പ്രവർത്തിച്ചു. അതാ ഞാൻ എപ്പോഴും പറയും, മനുഷ്യൻ ദൈവമാവണം. CDNet ന്യൂസ്, ഹരിപ്പാട്.